ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിത് രാവിലെ കുളിച്ചൊരുങ്ങുന്ന അമ്പലം വരെ പോകാൻ പോകണേ. ഏത് അമ്പലമാണെന്നറിയാവോ? ചോറ്റാനിക്കര അമ്പലത്തിൽ പോവുകയാണ്. ഇപ്പം സമയം 4:45. നമ്മൾ ട്രെയിനിനാണ് പോകുന്നത്. 5:30 ട്രെയിനുണ്ട്. ചെങ്ങന്നൂർ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. സമയം 5 മണി കഴിഞ്ഞെങ്കിലും നല്ല ഇരുട്ടുണ്ട് റോഡിലൊക്കെ. പിന്നെന്താ പറയുക, ഞങ്ങളുടെ മക്കളിപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല. എൻ്റെ വീട്ടിലാണ്, വെക്കേഷനല്ലേ, അപ്പോൾ അതുകൊണ്ട് അവിടെ ആക്കിയിരിക്കുവാണ്. അപ്പോൾ ഇത് തന്നെ തക്ക സമയം വിചാരിച്ച് ഞങ്ങൾ ഇതാകുമ്പോൾ കുഴപ്പമില്ല, നമ്മൾ രാവിലെ റെഡിയായി പോയാൽ മതിയല്ലോ. അവരുണ്ടെങ്കിൽ രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കുറേ നാളായി പോകണം വിചാരിക്കുന്നു. പക്ഷേ അതിനുള്ള അവസരം ഇപ്പോഴാണ് ഒത്തത്. സമയവും കാലവും പിന്നെ ഓരോ സമയമുണ്ടല്ലോ ദാസാന്ന് പറയുന്ന പോലെ നമ്മളുടെ സമയം ഇപ്പോഴായിരിക്കും ഒത്തത്. അങ്ങനെ നമ്മളിത് അമ്പലത്തിലേക്ക് പോകാൻ പോവാണ്. ഇതാ ഇവിടെയാണ് കേട്ടോ നമ്മുടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. ഒരാളിൽ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ കിട്ടി. എന്താ പറയുക, പിന്നെ ഇവിടെ നിന്ന് ചെങ്ങന്നൂരിൽ ചോറ്റാനിക്കര ഒരു 25 രൂപയുള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് 10 രൂപ ബസ്സിന്. അത്ര ഒരാൾക്ക് ട്രാവലിംഗ് ചാർജായിട്ട് വരുന്നുള്ളൂ. തിരിച്ചും നമുക്ക് ട്രെയിനിന് വരാൻ തന്നെയാണ് കേട്ടോ തീരുമാനം. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം തിരക്കൊന്നും ഇല്ല. പോരാത്തിന് സൺഡേയും കൂടെ അല്ലേ, അപ്പോൾ ഇന്ന് ജോലിക്കാരൊന്നും ഉണ്ടാവത്തില്ലല്ലോ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ആരുമില്ല, കണ്ട തിരക്കൊന്നുമില്ല. അങ്ങനെ ഇവിടെ വന്നിരുന്ന ഒരു ട്രെയിൻ പോകുന്നതും കണ്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കാൻ നല്ല എന്താ പറയുക, നല്ല രസമല്ലേ. ഒരു ട്രെയിൻ ഞങ്ങൾ വന്നപ്പോൾ തന്നെ പോയി. ഞങ്ങൾക്ക് പോകേണ്ട ട്രെയിൻ കുറച്ച് ലേറ്റായിപ്പോയി കേട്ടോ. ഏതായാലും നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് ധൃതിയൊന്നും പിടിക്കണ്ട. ആരും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇരിക്കുന്നിടത്ത് ഞങ്ങൾ രണ്ടും മാത്രം. പിന്നെ അപ്പുറത്തായിരുന്നു 1-2 പേരൊക്കെ എഴുന്നേച്ചത്. അതുകൊണ്ട് സുഖയാത്രയായിരുന്നു വേണമെങ്കിൽ പറയാം. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിച്ചു. ചോറ്റാനിക്കര റോഡെന്നാണ് കേട്ടോ ഇവിടുത്തെ ഈ സ്റ്റേഷൻ്റെ പേര്. അപ്പം ഞാൻ ഓർത്ത് വല്ല റോഡിൻ്റെ പേരുമായിരിക്കുന്നു. പിന്നെ അറിഞ്ഞത് ഈ സ്റ്റേഷൻ്റെ പേര് തന്നെ ചോറ്റാനിക്കര റോഡെന്നാണ്. അപ്പം നമുക്കിത് ബാക്കി അമ്പലത്തിൽ ചെന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ച പോലെയല്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. പിന്നെ ഒത്തിരി കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ഞങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു. അവിടെ അകത്ത് പൂജ നടക്കുന്നതുകൊണ്ടാണ് അത്രയും സമയം ലേറ്റായത്. പക്ഷേ എന്നാലും നമുക്ക് ഒരു ക്ഷീണമൊന്നും തോന്നിയൊന്നുമില്ല. അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് അവർ തരുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ നല്ലപോലെ തൊഴുത് കേട്ടോ. ദേവിയെ നല്ലോണം കണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ പോയി. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് പിന്നെയും കുറേ നേരം അമ്പലത്തിലിരുന്നു. പിന്നെ അവിടെ സ്ത്രീകളുടെ ക്യൂ ഉണ്ടായിരുന്നു. അപ്പം രണ്ടാമത് വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ആ ക്യൂവിൽ കയറി ഒന്നുകൂടെ ദേവിയെ കണ്ട് തൊഴുതു. അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു ദിവസമായിരുന്നു ഇന്നത്തേത്. അങ്ങനെ സന്തോഷ സമാധാനമൊക്കെ നിറഞ്ഞ ദിവസമായിരുന്നു. ദൈവം അനുഗ്രഹിച്ച്. എന്തായാലും എന്താ പറയുക, അങ്ങനെ ഇനി ഇവിടെ വരണമെന്നുണ്ട്, വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.